Which video game franchise features a character named Mario? നമ്മുടെ വേൾഡ് കോണ്ടന്റ് ക്രിയേഷൻ്റെ അകത്ത് നൂറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഫേസ്ലെസ് വീഡിയോസ്. അത് ഫേസ് കാണിക്കാതെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന എക്സാമ്പിൾസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ യെസ് ഓർ നോ, ട്രൂ ആണോ ഫോൾസ് ആണോ, നിങ്ങൾ ഇതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക്, അങ്ങനെയൊക്കെ ഡിസ്ലൈക്ക് അല്ല കമൻറ്റ് ചെയ്യാമെന്നായിരിക്കും അധികം. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലുപരി കുറച്ചും കൂടി എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ റീ എൻഗേജ് ചെയ്യുന്ന ടൈപ്പ് ചില വീഡിയോസ് ഉണ്ട്. ഗെയിം കളിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. പ്രീമിയർ പ്രോ അറിയണം, അല്ലെങ്കിൽ കുറച്ച് ബേസിക് ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ അറിഞ്ഞാലേ നമുക്ക് അത്തരം ആനിമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന 5 ടൂൾസിൽ ആ ഓരോ ടൂൾസിൻ്റെ അകത്തും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ അകത്തും അതിന് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോഴേക്കും ഇത് ചെയ്യാൻ പോകുമ്പോൾ ഇത് പ്രീമിയം ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മാത്രം പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുക. കാരണം 1000ഓളം ടൂൾസുകളുണ്ട്. ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വേർഷൻ 2, 3, 4 ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡിൽ വളരെ ഫാസ്റ്റ്ലി പുതിയ വേർഷൻസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വേൾഡാണ് AI വേൾഡ്. സോ അതിൻ്റെ അകത്തേക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ അതിനെല്ലാം സഹായിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഈസി ആയിട്ട് എൻഗേജ് ആയിട്ട് ഓഡിയൻസിനെ അവിടെ ഹുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ സഹായിക്കുന്ന 5 AI ടൂളുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം ഡയറക്ട്ലി ഇൻ ടു ദ വീഡിയോ. oza.ai എന്നാണ് ഈ സൈറ്റിൻ്റെ പേര്. ഷോർട്ട് ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് അമേസിങ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതിലുള്ള എല്ലാ അക്കൗണ്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇമെയിൽ വെച്ചിട്ടും ചെയ്യാം. ഇതിലെങ്ങനെയാണ് ഇമേജ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് വിത്ത് AI GPT, ഇതിൻ്റെ ഇൻബിൽഡ് GPT ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്മോൾ വീഡിയോ റിലേറ്റഡ് ടു ഒരു ഷോർട്ട് വീഡിയോ ഹ്യൂമൻ ആൻഡ് AI എന്നുള്ളൊരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ താഴെ നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടും. അതിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് വോയിസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒരു ഡെമോ വോയിസ് കേൾപ്പിക്കാം. Making influence accessible to everyone. ഇനി അതല്ല, വേറൊരെണ്ണോ Making influence accessible to സോ everyone. ഇങ്ങനെ ഏത് വോയിസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാം. അതിൻ്റെ ലൈവ് പ്രിവ്യൂ ആണ് ഇപ്പുറത്ത് വരുന്നത്. ഇനി നമുക്ക് എങ്ങനത്തെ സ്റ്റൈലാണ് വേണ്ടത്, അപ്പോൾ ആ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈൽ, അതിനൊക്കെ റിയൽ ടൈം നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ സൈഡ് കാണിക്കുന്നുണ്ടാവും. അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ റാൻഡായിട്ട് ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാണ്. അതിൻ്റെ എങ്ങനെ വേണം ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അത് എന്താണോ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അപ്പോൾ റിയൽ ടൈം ഇപ്പുറത്ത് കാണാൻ വേണ്ടി സാധിക്കും. സെയിം ടൈം നമുക്ക് അതിൻ്റെ കളേഴ്സ് മാറ്റി, ഇപ്പോൾ അത് റെഡിലേക്ക് മാറ്റി. നമുക്കിനി യെല്ലോ വേണമെങ്കിൽ യെല്ലോ ആക്കാം, ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് ആക്കാം. അത് ബേസ്ഡ് ഓൺ യുവർ വീഡിയോ നമുക്ക് അത് മാറ്റിയിട്ട് ഇനി ക്രിയേറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ പ്ലേ ആവും. ഇനി അത് ക്രിയേറ്റ് ആവും. അതിൻ്റെ എക്സാമ്പിൾ ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടോ, സബ്സ്ക്രൈബ് ഫോർ മോർ ഫാസിനേറ്റിംഗ് സ്റ്റോറീസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോംപ്റ്റ് ആണ്, ആ സ്ക്രിപ്റ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള പ്രോംപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നമുക്ക് കൊടുക്കാം. അത് ജനറേറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ആ മോഡലാവും. ഇനി നിങ്ങൾക്ക് ഇതിൽ ഇതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, ഈ കൂട്ടത്തിലുള്ള വേറൊരു ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇമേജ് കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് സ്റ്റോറീസ്, നിങ്ങൾ ഫേസ് കാണിക്കാതെ ഇത്തരത്തിലുള്ള സ്റ്റോറീസ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബെറ്റർ ഈ oza.ai എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് അതിനെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിച്ച് ചെയ്യുക. മറ്റൊരു AI ടൂളാണ് സിലബൈ AI എന്ന് പറയും. ഈ ഒരു സൈറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ്ലെസ് വീഡിയോസ് ആണ് ചെയ്യുന്നത്. സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യാൻ പറ്റുന്നത്, ടേൺ യുവർ ഐഡിയ ഇൻ ടു ഫേസ്ലെസ് വീഡിയോ എന്നുള്ളൊരു ഹെഡിങ് കാണാം. അതിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫ്രീ ട്രയൽ എന്നുള്ളൊരു ബ്ലൂ കളറിലെ ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയിട്ട് നമുക്ക് ട്രയൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി, അത് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു ഡെമോ ആണ് അവിടെ ഇപ്പം നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് നിങ്ങളത് കണ്ടാൽ തന്നെ, അതിൻ്റെ പ്രിവ്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോസ് ആണ്, ഇതാണോ വേണ്ടത്, ഇത്തരത്തിലുള്ള വീഡിയോസ് ആണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇപ്പം ഈ ഒരു വീഡിയോ ഉണ്ടോ, കാറിൻ്റെ, ഇത് ഒരു ഗെയിമിൻ്റെ ഒരു പ്ലേ പോലത്തെ സാധനം. ഇപ്പം ഇത്തരത്തിലുള്ള ഗെയിംസിൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അതിലൊരു ഭയങ്കരമായ ഒരു ആക്ടിവിറ്റി നടക്കുന്നതിനെ കൊണ്ട്, പ്രത്യേകിച്ച് യൂത്ത്, കിഡ്സ്, അല്ലെങ്കിൽ
അത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെയാണ് ഗ്രാബ് ചെയ്യണമെങ്കിൽ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷനിൻ്റെ ബേസിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു മെത്തേഡാണ് ക്വിസ് മാസ്റ്റർ പോലത്തുള്ള ഇതൊക്കെ ഇതിലുള്ള ഫീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഈ ക്വിസ് മാസ്റ്ററിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിലുള്ള ഈ ഒരു ക്യാരക്ടർ ഇതിൻ്റെ പേരെന്താണ് മാരിയോയിലുള്ളതെന്ന്. അപ്പോൾ സൂപ്പർ മാരിയോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി രണ്ടാമത് ഈ ഇങ്ങനത്തെ ഈ ഒരു ബ്ലോക്സ് ഉപയോഗിച്ചുള്ള വേൾഡിൽ സർവേ ചെയ്യുന്ന ഈ ഒരു ഗെയിമിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ മൈൻക്രാഫ്റ്റ് എന്നാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചത് നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉത്തരം വരുള്ളൂ. അപ്പോൾ നമ്മളെ മനസ്സിൽ ഉദ്ദേശിച്ച ഉത്തരം കറക്റ്റാണോ അല്ലയോ എന്നുള്ളതിനൊരു ഗ്യാപ്പും കിട്ടും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു വ്യൂ കിട്ടുകയും ചെയ്യും. അത് ആ വീഡിയോ വർക്കൗട്ട് ആവും. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആശയം വർക്കൗട്ട് ആവുകയും ചെയ്യും. ഇനി അതിൻ്റെ വേറൊരു സ്റ്റൈൽ, ഇത് നേരത്തെ കണ്ടതിന് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ഏതാണ് ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ വയനാട്ടിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണ്. അപ്പോൾ നമുക്ക് ഈ അങ്ങനെ പല രീതിയിൽ നമുക്ക് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഐഡിയനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനൊക്കെ ഇത്തരം എൻഗേജ് ആയിട്ടുള്ള ഇത്തരം കോണ്ടൻറ്റ്സ് സഹായിക്കും. ഇനി ഓർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളോട് ചോദിക്കും ആര് ഇന്ത്യൻ ഓർ പാകിസ്ഥാനി, അല്ലെങ്കിൽ നോൺ വെജ് ഓർ വെജ്, ഇങ്ങനെ പല രീതിയിൽ പല നിങ്ങളുടെ ഐഡിയയിലേക്ക് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, അതിലേക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട ആനിമേഷൻ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇത് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇതേപോലത്തെ മറ്റൊരു വെബ്സൈറ്റാണ് faceless.video എന്ന് പറയുന്ന ഒരു സൈറ്റ്. ഇതിൻ്റെ അകത്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതൊരു വേറെ ഒരു സൈറ്റ് കണ്ടപ്പം ഇതും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന് കുറച്ച് ഇൻ്റർനെറ്റ് കുറച്ച് വേണം. ഇത് കുറച്ച് അത്ര ഫാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്തൊരു വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽസിനൊക്കെ ഓട്ടോ പൈലറ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു ഫീച്ചർ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കണ്ടൻറ്റിൻ്റെ ഹെഡിങ് ഇവിടെ കൊടുക്കുക. ഇത്രയും നേരം നമ്മൾ ചെയ്ത പോലെ തന്നെ അതിൻ്റെ താഴെ ഈ നേരത്തെ ഫസ്റ്റ് വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ എന്താണോ പ്രോംപ്റ്റ് അതവിടെ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വളരെ ഈസി, ഇത് വളരെ ഈസിയാണ്. ഇതിൽ കൂടുതലൊന്നും മറ്റേൻ്റെ അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ക്രിയേറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സാധനമായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾക്ക് അറിയില്ലേ നമ്മൾ ആരോടാ ചോദിക്കുക എന്ന് പറയുന്നത് ChatGPT-നോട്. അപ്പം നേരെ പോവുക, നമ്മൾ അഡീഷണൽ ടാബ് ഓപ്പൺ ചെയ്യുന്നു, ChatGPT എടുക്കാം. ഇപ്പം ChatGPT-ൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു AI-ന് വെച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്മോൾ വീഡിയോ സ്ക്രിപ്റ്റ് കൊടുക്കാം. ഒരു ഫേസ്ലെസ് വീഡിയോന് പറ്റിയിട്ടുള്ള AI വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ ഓഫ് AI വിത്ത് ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്തു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കോപ്പി ചെയ്യുക. ആ ടെക്സ്റ്റ് ഞാൻ ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ കണ്ടൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ്, പക്ഷേ ഒരു അബദ്ധം പറ്റി. ഞാൻ ക്രിയേറ്റ് കൊടുത്തു ഒന്നുമില്ല, ഞാൻ അതിൽ ഫേഡ് ടു ബ്ലാക്ക് അല്ലെങ്കിൽ ആ എഫക്റ്റുകളില്ല, ആ എഫക്റ്റുകളും കൂടെ കൊടുത്തു പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് ആ വീഡിയോ കേട്ട് നോക്കാം. കണ്ടോ, ഫേഡ് ടു ബ്ലാക്ക് അത് എഫക്റ്റ് ആയിരുന്നു, കുഴപ്പമില്ല. എനിവേ ഇങ്ങനെയാണ് ഇതുണ്ടാക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. തീരെ ഐഡിയ ഇല്ലാത്തവർക്ക് വളരെ എളുപ്പമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ബാക്കിയുള്ളതും എളുപ്പം തന്നെയാണ്, ഇത് കുറച്ചും കൂടി ഈസിയാണ്. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് കോപ്പി പേസ്റ്റ് ആൻഡ് പ്ലേ മാത്രമേ ഉള്ളൂ. അടുത്തതാണ് text-to-video.bot. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനോ ഇത്തരം വെബ്സൈറ്റാണോ ഉപയോഗിക്കുന്നത്. എനിക്കിത് കുറച്ചുകൂടി ഫാസ്റ്റ് ആൻഡ് ഈസിയാണ്, കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം മൊബൈൽ പ്ലാറ്റ്ഫോം ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ഇമേജസ് ആൻഡ് കോണ്ടൻറ്റ്സ് കുറച്ചും കൂടി നീതി പുലർത്തുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ക്രിയേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ കൈൻഡ് ഓഫ് വീഡിയോസ്, നമ്മളെപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് വെക്കുന്ന ചില വീഡിയോസ് ഉണ്ടല്ലോ, അത് ബേസ്ഡ് ഓൺ ദ മൂഡ് ആൻഡ് സിറ്റുവേഷൻ. ചിലപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സ്റ്റോറി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. A father and his daughter were playing in the park when his young daughter saw an apple cart and asked her father to buy her an apple. സോ ഈ ഒരു സ്റ്റോറി ഞാൻ സ്റ്റോറിയിലൂടെ പറയുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി കുട്ടിക്ക് ഒരു ആപ്പിൾ ഷോപ്പിൽ ചെന്നൊരു കുട്ടി രണ്ട് ആപ്പിൾ എടുത്തിട്ട് രണ്ട് ആപ്പിൾ എടുക്കുന്നു. അപ്പോൾ അച്ഛൻ വിചാരിക്കുന്ന ഒരു ആപ്പിൾ അച്ഛന് കൊടുക്കണം എന്നാണല്ലോ. പക്ഷേ കുട്ടി രണ്ട് ആപ്പിൾ എടുത്ത് കഴിക്കുമ്പോൾ അച്ഛൻ ചിന്തിക്കണം, ഞാൻ ഈ കുട്ടീനെ ഇത്ര വളർത്തിയത് വളരെ മോശമായി പോയല്ലോ, അവർക്ക് ഷെയറിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഒരു മൂല്യത്തിനെ കുറിച്ച് പഠിപ്പിച്ചില്ലല്ലോ എന്ന്. ബട്ട് ഫാദർ മിസ്റ്റേക്ക് ചെയ്തായിരുന്നു. കാരണം കുട്ടി അതിൽ ഏതാണ് സ്വീറ്റ് ആയിട്ടുള്ള ആപ്പിൾ എന്ന് നോക്കുകയും അത് തിരിച്ചറിയുകയും അതിൽ ഏറ്റവും മധുരമുള്ള ആപ്പിൾ
അച്ഛന് overthinking the കൊടുക്കുകയും ചെയ്യുമ്പോൾ അച്ഛൻ situation. ആകെ തരിച്ചു പോവുകയും ചെയ്യും. He അത്തരത്തിലുള്ളൊരു considered that കഥയാണ് his daughter ആ might be ഒരു too ഓഡിയോ young to ക്ലിപ്പിൽ understand പറയുന്നത്. the concept സോ of ഇതുപോലെയുള്ള sharing രസകരമായിട്ടുള്ള and പല giving. അതും His ഫുള്ള് smile നമുക്ക് disappeared as കേട്ടിരുന്നു. he കാരണം felt അതിൻ്റെ disappointed. ടെക്സ്റ്റാണ്. But just സോ then, അങ്ങനെ his ടെക്സ്റ്റുകൾ daughter, റീഡ് ചെയ്യുന്ന അതിൽ holding ആ what റെഡ് Apple ലൈൻ said, പോകുന്നതുകൊണ്ട് നമുക്കതൊരു റീഡ് "Father, ചെയ്യാനുള്ള ഒരു have this ടെൻഡൻസി one. കൂടി നമുക്ക് ഓട്ടോമാറ്റിക്കലി This ക്രിയേറ്റ് one is ചെയ്യും much അതിലേക്ക് sweeter." നോക്കുമ്പോൾ തന്നെ. സോ The അത് ട്രാവൽ ചെയ്യുന്ന realizing ആൾക്കാർക്ക് his mistake, കാരണം ഇത് മൊബൈൽ he പ്ലാറ്റ്ഫോം felt ഫ്രണ്ട്ലി bad എന്ന് for പറയാനുള്ള reaching a ഏറ്റവും വലിയ കാരണം judgment വെച്ചാൽ so ട്രാവൽ quickly. ചെയ്യുന്നവർക്ക് ഓഡിയോ കേൾക്കാൻ His പറ്റില്ല. smile സോ അവർക്കും returned കൂടി ഈ as he ടെക്സ്റ്റ് കണ്ടുകൊണ്ട് understood ഇത് why വായിക്കാൻ his വേണ്ടി daughter സാധിക്കും. അപ്പോൾ അത് had taken a ഓട്ടോമാറ്റിക്കലി നമ്മളെ bite from both എൻഗേജ് ചെയ്യിക്കും അവിടെ. apples. She പ്ലാറ്റ്ഫോം had സ്പെസിഫൈഡ് wanted to ആയിട്ടുള്ള give him the കോണ്ടൻസ് ആണ് sweeter one. ഇതിൽ നമ്മൾ ക്രിയേറ്റ് The ചെയ്യുന്നത്. നിങ്ങൾ takeaway ഇതിൽ of the ഏത് story: ടൂൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും. don't judge ഇപ്പോൾ anything too നമ്മൾ quickly. ഒരുപാട് എ ഐനെ കുറിച്ച് പഠിച്ചു Always അല്ലെങ്കിൽ take AI time ടൂൾസ് to ഉണ്ടെന്ന് understand things ഉണ്ടായതിനെക്കൊണ്ട് better. നമ്മൾ കണ്ട് വീഡിയോസ് ഓരോ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ട് അത് വർക്കാവില്ല. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനും അതിന് പറ്റിയതായ വീഡിയോസ് ഉണ്ട്. സോ എപ്പോഴും കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റ്ഫോം സ്പെസിഫൈഡ് ആയിട്ടുള്ള വീഡിയോസും അതിന് പറ്റുന്ന കണ്ടൻസും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാത്ത പക്ഷേ നമ്മളിപ്പോൾ വീട്ടിലെ ബാത്റൂമിൻ്റെ അകത്ത് നമ്മളൊരു ഫോട്ടോ വെക്കുകയെന്ന് വിചാരിക്കുക. അത് KFC ചിക്കൻ്റെ ഫോട്ടോ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാവും. ഇതിനകത്ത് കണ്ടന്റ് നമ്മൾ നേരത്തെ കണ്ട അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഓട്ടോ പൈലറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓട്ടോ പൈലറ്റ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ പിന്നീട് വേറെ ഇതിൽ കാണിച്ചു തരാം. നമുക്ക് ഇമേജ് ഏത് തരത്തിലുള്ള ഇമേജാണ് വേണ്ടത്, സ്ക്രിപ്റ്റ് എഡിറ്റർ ഉണ്ടാവും മുകളിൽ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങൾ തന്നെയാണ്. ആ സ്ക്രിപ്റ്റ് എഡിറ്ററിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ ഓൺ സ്റ്റോറീസ്, ഇപ്പോൾ നിങ്ങളൊരു മോട്ടിവേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഓൺ മോട്ടിവേഷൻ സാധനങ്ങൾ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ChatGPT പരമാവധി ഒഴിവാക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. AI ഓൾവേസ് എ കോ പൈലറ്റ് ഫോർ യു. നിങ്ങളൊരു കോ പൈലറ്റ് ആയിരിക്കും, അല്ലാണ്ട് നിങ്ങളെ റീപ്ലേസ് ചെയ്യാനല്ല AI പഠിക്കാത്ത ആൾക്കാർ AI പഠിച്ചവരാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. സോ ഓൾവേസ് അപ്ഡേറ്റ് ആവുക. അപ്ഡേഷൻ മൈറ്റ് ബി ഹാർഡ് ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ഫോർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക് ട്രെൻഡ്സിൻ്റെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോസ് കൂടുതൽ AI ബേസ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ടൂൾസുകൾ മാത്രമല്ല, AIൻ്റെ ഫങ്ഷനാലിറ്റി എന്താണ് AI എന്നൊക്കെയുള്ള കുറിച്ച് കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ്റെ അകത്ത് AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ലെസ് വീഡിയോസ് എങ്ങനെ നിർമ്മിക്കാം, അതിന് സഹായിക്കുന്ന 5 ടൂളുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുകയുണ്ടായത്. അപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചിട്ട് രസകരമായ കണ്ടന്റുകൾ ഉണ്ടാക്കുകയും അത് നിങ്ങൾ ഉണ്ടാക്കിയ കണ്ടന്റ് നമ്മുടെ ചാനലിൻ്റെ താഴെയുള്ള കമൻറ്റിൽ നിങ്ങൾ പിൻ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ലിങ്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. പിന്നെ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നും പറയുന്ന പോലെ അപ്ഡേഷൻ മൈറ്റ് ബി ഹാർഡ് ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഫോർ ദ ബെസ്റ്റ്.